സൂപ്പർ. നല്ല പടം. പൃഥ്വിരാജിൻ്റെ പടങ്ങളിൽ വെച്ച് ബെറ്റർ പടം ആണ്. ഇതൊക്കെ ഒരു അവാർഡ് പോലും കിട്ടിയില്ലെങ്കിൽ പിന്നെ അവാർഡൊക്കെ വേറെ എന്തിനാണ് എന്ന് അതെ. ഇല്ലില്ല. നല്ല മൂവി. വായിച്ച നോവലാണ്. വളരെ മനോഹരമായിരിക്കും. സിനിമ അത് നോവല് വായിക്കും. ഉണ്ട്. പക്ഷേ നോവലിൻ്റെ അത്രയും ഒരു തന്മയത്വം എന്തായാലും ഈ ചിത്രത്തിൽ വന്നിട്ടില്ല. നല്ല കഥ. നോവൽ വായിച്ചിട്ടുണ്ട്. അത് അതേപോലെ അല്ല എങ്കിലും കൊള്ളാം. എല്ലാം വളരെ മനോഹരമായിരിക്കല്ലേ, ഒന്നും പറയാനില്ല. അവാർഡ് അത് നല്ല, എന്നാലും വളരെ മനോഹരമായിരിക്കും. നല്ല ഇമോഷണൽ ആയിരുന്നു. അതുപോലെ തന്നെ നല്ലോണം ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളി പെർഫോമൻസ്. പ്രതീക്ഷിക്കാം. പിന്നെ എവിടെ കിട്ടും ആഗ്രഹമുണ്ട്. ചെയ്തിട്ടുണ്ടല്ലോ. ആക്ച്വലി മൂന്നിന് നല്ലോണം ചെയ്തിട്ടുണ്ട്. നല്ല അഭിനയം എല്ലാവരും. അതങ്ങനെ പകർത്താൻ പറ്റില്ലല്ലോ. പക്ഷേ ബ്ലസ്സിയുടെ മാക്സിമം കഴിവ് ഉപയോഗിച്ചിട്ട് അത് വളരെ ഭംഗിയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. വളരെ മനോഹരമായിരുന്നു. ടെക്നിക്കലും നല്ലതാണ്. സൗണ്ടിങ്ങും നല്ലതായിരുന്നു. മ്യൂസിക്കും ഒക്കെ നല്ലതായിരുന്നു. അഭിനയം, പെർഫോമൻസ് ഒക്കെ നല്ലോണം മനസ്സിൽ തട്ടുമായിരുന്നു ആ സ്റ്റോറി. കൊള്ളാം. നല്ല രസം. ഓഫ് കോഴ്സ് പൃഥ്വിരാജിന് മാത്രമല്ല, അതിനകത്ത് അഭിനയിച്ച എല്ലാവർക്കും അവാർഡ് പ്രതീക്ഷിക്കണം. എല്ലാവരുടെയും പെർഫോമൻസ് ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. എല്ലാവരും എടുത്ത എഫേർട്ട് ഒരേപോലെ ആയിരുന്നു. വളരെ മനോഹരമായിട്ട് തന്നെ അവർ ആ ഒരു കഥയോട്, ആ ജീവിതത്തോട് നല്ലോണം നീതി പുലർത്തി തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല സിനിമയാണ്. ഇല്ല. നല്ലത്. പൃഥ്വിരാജ് നല്ല മൂവിയായിരുന്നു. അടിപൊളിയായിരുന്നു. പൃഥ്വിരാജ് എല്ലാവരും അടിപൊളിയായിരുന്നു. നന്നായിട്ടുണ്ട്. അത് നല്ലത്. എല്ലാതും ഒരു 16 വർഷത്തെ കാത്തിരിപ്പായിരുന്നല്ലോ പറഞ്ഞു. അതെ, കാരണം നല്ല അടിപൊളിയായിട്ട് ആക്ട് ചെയ്തു. അത്രയും വർഷത്തിൻ്റെ ഒരു പ്രയത്നം അതിൽ കാണാം. അവാർഡ് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് മെലിഞ്ഞിട്ടുള്ള ഒരു രംഗം ഉണ്ടല്ലോ, കണ്ടപ്പോ എങ്ങനെയായിരുന്നു? ഷോക്കായിരുന്നു? അടിപൊളിയായിരുന്നു. അവാർഡ് എന്തെങ്കിലും പ്രതീക്ഷിക്കാവോ ഈ വർഷം? അത്രയ്ക്കുള്ള എഫേർട്ട് ഇട്ടിട്ടുണ്ടോ? അതെ. ആരെ ഒരുപാട് ഇഷ്ടപ്പെട്ടെ? ഇനി പൃഥ്വിരാജിനെ. ഹക്കീമും കൊള്ളായിരുന്നു. ആടുജീവിതം അത് പണ്ട് ഗൾഫിൽ പോയവർ കഷ്ടപ്പെട്ട് ഈ ആട് മേച്ചും ഒട്ടകം മേച്ചും ഇപ്പോഴും ഇതുപോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നമ്മൾ ഉണ്ടെന്ന് പറയുന്നു. അതൊക്കെ ഇനി ഈ മീഡിയാസ് വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെളിയിൽ വരാൻ ഇനിയും കുറച്ചുകൂടെ സമയം എടുക്കും. അതെ, കുറെ കഷ്ടപ്പെട്ടാണ് എടുക്കാൻ. നല്ല ആക്ഷൻ, അടിപൊളിയായിരുന്നു. ക്യാമറ അടിപൊളിയായിരുന്നു. മ്യൂസിക് കുറച്ച് കുറവായിരുന്നു, പക്ഷെ ക്യാമറ സെറ്റൊക്കെ അടിപൊളിയായിരുന്നു. നല്ല സിനിമയായിരുന്നു. നല്ലൊരു അനുഭവമാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനം. എല്ലാവരും സൂപ്പറായിരുന്നു. ഇന്ന് കരയാനായിട്ട് നമുക്ക് കരയണ്ടെന്നൊക്കെ ചെയ്യണ്ടെന്നൊക്കെ വിചാരിച്ചിരുന്നാലും കരഞ്ഞു. അതെ. പൃഥ്വിരാജിൻ്റെ നല്ലൊരു പടം. കൊള്ളാം. പൃഥ്വിരാജിൻ്റെ മെലിഞ്ഞിട്ടുള്ള രംഗമൊക്കെ കണ്ടെത്തുന്നു. അത് നന്നായിരിക്കണം. പൃഥ്വിരാജ് നല്ല സമ്മതിക്കണം. ആ ബോഡിയൊക്കെ നല്ല മെയിൻറ്റെയിൻ ചെയ്ത്. സോങ്സ് ഒക്കെ ഒന്നിനൊന്ന്, അതിൻ്റെ സീൻസൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ എഡിറ്റിംഗ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. പൃഥ്വിരാജിന് ഈ ഒരു പടത്തിന് അവാർഡ് പ്രതീക്ഷിക്കുന്നുണ്ട്. കിട്ടിയില്ലെങ്കിൽ പിന്നെ അവാർഡൊന്നും വേണ്ട. ആ ഒരു അതെ. സീന് കണ്ടപ്പോൾ എന്തായിരുന്നു പെട്ടെന്നൊരു ഫീലിംഗ്? മെലിഞ്ഞിട്ടുള്ള രംഗം ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോയി. അത് മാത്രമല്ല ഹക്കീമൊക്കെ ആയിട്ട് അതെ, ഗോകുല് അതെ, നല്ല ഡിഫറെൻ്റ് ആയിട്ടും. കാരണം പിന്നെ കൊടുക്കണം. അത്രയ്ക്ക് നല്ല പെർഫോമൻസ് ആയിരുന്നു. ആളുടെ ബോഡി ട്രാൻസ്ഫോർമേഷനൊക്കെ. ആ ന്യൂഡ് സീന് ശരിക്കും ഞെട്ടിപ്പോയി. ആ റിപ്സിൻ്റെ ആ ഒരു പോർഷൻസ് ഒക്കെ വന്നപ്പം ശരിക്കും അടിപൊളിയായിരുന്നു. പിന്നെ അടിപൊളിയായിരുന്നു. കൊള്ളാം. നല്ല മൂവി. കരഞ്ഞു.
പൃഥ്വിരാജിന് അവാർഡ് എന്തെങ്കിലും കിട്ടുമോ? പ്രതീക്ഷിക്കുന്നു. കൊടുക്കണമെന്നാണ് ആഗ്രഹം. കൊടുക്കണം, കൺഫേം ആയിട്ടും കൊടുക്കണം. നല്ല മൂവിയായിരുന്നു. അറിയായിരുന്നു ഇത് സ്റ്റോറിയൊക്കെ നേരത്തെ വായിച്ചിട്ടുണ്ടോ? 9th പഠിച്ചിട്ടുണ്ടായിരുന്നു. നല്ലതായിരുന്നു, നല്ല അഭിനയമായിരുന്നു. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ആരെയും ഒരുപാട് ഇഷ്ടപ്പെട്ടു? പൃഥ്വിരാജിന്റെ ട്രാൻസ്ഫോർമേഷൻ അതൊക്കെ. അവാർഡ് എന്തെങ്കിലും പ്രതീക്ഷിക്കാവോ പൃഥ്വിരാജിന്? ഉറപ്പായും കിട്ടണമെന്നാണ് ആഗ്രഹം. അതെ. കൊള്ളായിരുന്നു, നല്ല മൂവി. ഹക്കീം എങ്ങനെ ഉണ്ടായിരുന്നു ഇതില്? ഹക്കീം കൊള്ളായിരുന്നു, പൃഥ്വിരാജിന്റെ നല്ലായിരുന്നു. നല്ല സാറിന്റെ മ്യൂസിക് ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടോ? നല്ല മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ നല്ലായിരുന്നു. നല്ല എല്ലാം കൊണ്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള മൂവി. എന്നുവെച്ചാൽ ഈ ജോർദാനാണല്ലോ കംപ്ലീറ്റ് എടുത്തിരിക്കുന്നത്. പഴയ ഈ ഇവിടുന്ന് പോയ ഗൾഫ് ജോലിക്ക് വേണ്ടി പോയവരെ കഷ്ടപ്പെടുത്തുന്നൊരു പ്രവണത. പിന്നെ ഈ ചെമ്മരിയാടുന്ന മേയ്ക്കുന്ന, പിന്നെ ഒട്ടകം, കുഴപ്പമില്ല. പണ്ട് ഗൾഫിൽ പോയവരൊക്കെ കഷ്ടപ്പെട്ട് ഇങ്ങനെ പോയവരും, ഈ കള്ളവണ്ടിയല്ല കടൽ കടന്ന് അപ്പുറത്ത് പോയവരും അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇവർ നല്ല രീതിയിൽ എടുത്തിരിക്കുന്നു. നല്ലതായിട്ട്. അതുപോലെ ബ്ലസ്സിയുടെ ഒരു 16 വർഷത്തെ കാത്തിരിപ്പായിരുന്നു ഈ ഒരു സിനിമ. ആ 16 വർഷം വരെ വേറെ സിനിമയൊന്നും ചെയ്തുമില്ല, ഒന്നും ചെയ്തില്ല. സിനിമയ്ക്ക് വേണ്ടി മാത്രമാണ് പുള്ളിക്കാരൻ സമയമെടുത്തെങ്കിലും ആ കഷ്ടപ്പാടിൻ്റെ ഫലം ഉണ്ടല്ലോ, മതിയല്ലോ. പിന്നെ ബെറ്റർ. അവാർഡ് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട്. പൃഥ്വിരാജ് കൊടുക്കണമെന്ന് തന്നെയാണോ ആഗ്രഹം? കൊടുക്കണം, പൃഥ്വിരാജിന് തന്നെ കിട്ടണം. പിന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിരിക്കുന്ന ഒരു പടം.